ഇന്ന് നമ്മൾ ഈ സാധനത്തിൻ്റെ റിവ്യൂ നോക്കുന്നത്. ഇത് ഓഡിയൻറ്റിൻ്റെ ID14 എന്ന് പറഞ്ഞ ഇൻ്റർഫേസാണ്. സോ ഇതൊരു പുതിയ ഇൻ്റർഫേസ് ഒന്നുമല്ല, എനിക്ക് തോന്നുന്നത് 2017 തൊട്ട് മാർക്കറ്റിലുള്ളതാണ്. ഇതതിൻ്റെ സെക്കൻഡ് എഡിഷനാണ്. ചെറിയ ചേഞ്ച് ഉണ്ട്. എന്നാലും ഞാൻ ഈ റിവ്യൂ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഇൻ്റർഫേസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഭയങ്കര പോസിറ്റീവാണ്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രം പറയുന്ന ഇതാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. സോ ഞാനിത് അങ്ങനെ റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് കിട്ടാവുന്നിടത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അനോയിങ് ആയിട്ട് പല കാര്യങ്ങളും തോന്നിയിട്ടുണ്ട് ഈ സാധനത്തിനെ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് അറിയണതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്ത് ശീലമില്ലാത്തവർക്ക് എങ്ങനെ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട് വാങ്ങാനെന്നുണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഓക്കെ, സോ റിവ്യൂ എന്നുള്ള സ്ഥിതിക്ക് ഞാൻ ഇതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് പറഞ്ഞു പോവാം. പക്ഷേ മെയിനായിട്ട് പറയാനുള്ള സബ്ജക്റ്റ് താഴത്ത് ഞാൻ ടൈം കൊടുക്കാം. സോ അതിനകത്തേക്ക് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യുക, അതിൻ്റെ ബേസിക് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളവർക്ക്. അല്ലാത്തവർക്ക് ഇതിനെ പറ്റിയിട്ട് ഞാൻ എന്തൊക്കെ ഇൻപുട്ടുകളും കാര്യങ്ങളും അതിനൊക്കെ പറ്റി പറഞ്ഞുതരാം. സോ ബേസിക്കലി ഇതിൻ്റെ കൺസ്ട്രക്ഷനും ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ഒരു കൺസോളുകളും പ്രിയാമ്പുകളൊക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ്. മോണിറ്റർ കൺട്രോളറൊക്കെ ഉണ്ട്, നിയറോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവരുടെ ഇൻ്റർഫേസ് ലൈനിലുള്ള ID സീരീസിനകത്തുള്ള ഒരു സാധനമാണിത്. ഇതിൻ്റെ സ്പെക്ക് എന്താണെന്ന് വെച്ചാൽ 10 ഇൻപുട്ട് 6 ഔട്ട്പുട്ട്. സോ എന്തൊക്കെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ നമുക്ക് ഒരു വലിയ വോളിയം നോബ് ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ ഹെഡ്ഫോൺസിനും സ്പീക്കറിനും അത് തന്നെയാണ്, അത് സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ 2 ഗെയിൻ നോബ്, 2 ഇൻഡിപെൻഡൻറ്റ് ഫാൻറ്റം പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലുള്ള ഇൻപുട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മൈക്ക് കോംബോ ജാക്ക് ഉണ്ട്, 2 ഇൻപുട്ട്. പിന്നെ 4 ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ 1ഉം 2ഉം മെയിൻ സ്പീക്കർ ഔട്ട്പുട്ട്. പിന്നെ ബാക്കി 8 ഇൻപുട്ട് ആഡാറ്റ് വഴിയാണ് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ 8 പ്രീ ആമ്പും എല്ലാം ഉണ്ടെങ്കിൽ അതിന് ആഡാറ്റ് ഔട്ട്പുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടെയാണ് ഈ 10 ഇൻപുട്ടായി വരുന്നത്. പിന്നെ ബസ് പവേർഡാണ്, USB-C മാത്രം. ഇതിൻ്റെ ഫസ്റ്റ് വേർഷന് ഒരു പവർ അഡാപ്റ്റർ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. സോ അതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. പിന്നെ ഒരു മീറ്റർ ഉണ്ട് ഇവിടെ, അതിനകത്താണ് ഈ വോളിയം ലെവലും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻ വൈസ് നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. ഒരാളെ തല തല്ലി പൊളിക്കാനൊക്കെ ഉള്ള മുതലുണ്ട്. ഡിസൈൻ വൈസ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, എൻ്റെ ടേസ്റ്റ് അല്ല. എന്തായാലും ചിലർക്ക് ഭയങ്കര ക്ലാസ്സി ആയിട്ടൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മറ്റേ ജസ്റ്റ് ഷീറ്റ് മെറ്റൽ എടുത്ത് വളച്ചുണ്ടാക്കി ഒരു പെട്ടി, അതിൻ്റെ മുകളിൽ എന്തോ ഒരു അലൂമിനിയത്തിൻ്റെ സാധനം, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഫങ്ഷണാലിറ്റി വൈസ് ഈ കർവ്ഡ് എഡ്ജൊക്കെ എനിക്ക് ഇഷ്ടമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊരു ഹാർഡ് എഡ്ജ് കിട്ടാതിരിക്കാൻ ഈ വോളിയം നോബൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു നൈസ് ടച്ചാണ്. പക്ഷേ വർക്ക് ഫ്ലോൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഇതിനെ പറ്റിയിട്ട്. സോ അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ അതിനകത്തേക്ക് അധികം കടക്കണില്ല, കാരണം അതൊക്കെ ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്തതാണ്. സോ ഇതിൻ്റെ സൗണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും ഈ ചാനലിൽ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ സൗണ്ടിനെ പറ്റി പറയുമ്പോൾ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പെർസീവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വാളിറ്റി ചേഞ്ച് ഒരിക്കലും ഇൻ്റർഫേസിൽ, അറ്റ്ലീസ്റ്റ് ഈ സമയത്ത് ഇറങ്ങുന്ന ഇൻ്റർഫേസിൽ പറയാൻ പറ്റില്ല. സോ സൗണ്ട് നൈസാണ്. സ്പെക്ക് വൈസും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റാത്ത റേഞ്ചിലാണുള്ളത്. സോ ഡിഫറൻസ് ഇല്ല എന്നല്ല, പക്ഷേ പ്രാക്ടിക്കലി ആ ഡിഫറൻസ് വലിയ ചേഞ്ചൊന്നും വരുത്തൂല. സോ അങ്ങനെ പറയുന്നതാണ് നല്ലത്. അത് പറയുമ്പോഴും നല്ല സൗണ്ടാണ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാത്തിനും ഓൾമോസ്റ്റ് നല്ല സൗണ്ടാണ്. ഭയങ്കര ചേഞ്ചൊക്കെ ഡിഫറൻറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. AB ടെസ്റ്റ് ഒരേ ലെവൽ മാച്ചൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ബേസിക്കലി സിംപിളി അറിയേണ്ടത് പെർസീവബിൾ ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഈ റേഞ്ച് വാങ്ങുന്ന ആൾക്കാർക്ക് എന്തായാലും അത്രയും വലിയ പെർസീവ് ചെയ്യാൻ പറ്റുന്ന അത്രയും മോണിറ്ററിങ് കേപ്പബിലിറ്റീസും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് അധികം വറീഡാവണ്ട. പിന്നെ അടുത്ത കാര്യം ഇതിൻ്റെ ഡ്രൈവറും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും. ഇതിൻ്റെ ഡ്രൈവർ ഭയങ്കര സ്റ്റേബിളായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ലേറ്റൻസി ഇഷ്യൂവും പ്രത്യേകിച്ച്
മറ്റേ ബഫർ സൈസ് കൂട്ടേണ്ട ആവശ്യം അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും വന്നില്ല. പിന്നെ ഓൺ ആവാതിരിക്കുക, ഡിറ്റക്റ്റ് ആവാതിരിക്കുക, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വന്നില്ല. സാധനം സോളിഡാണ്. പിന്നെ യൂസർ ഇൻ്റർഫേസ് എനിക്ക് ചെറുതായിട്ട് ചില പരാതി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഈ സെക്കൻഡ് എഡിഷനിൽ അതിൻ്റെ റൗട്ടിങ്ങും മിക്സർ വിൻഡോ ഒക്കെ കുറച്ച് ഓവർലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് പ്രിറ്റിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ടൊക്കെ കയറിയ സമയത്ത് കുറേ നേരം എടുത്തായി എന്തായിരുന്നു സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര സിമ്പിളായിരുന്നു, സിമ്പിളായിരുന്നു. അതുകൊണ്ടാണ് പക്ഷേ ചെറുതായിട്ട് വിഷ്വലി പെട്ടെന്ന് മനസ്സിലാവാത്തൊരു സീൻ വന്നു. ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും. പിന്നെ റൗട്ടിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സിമ്പിളാണ്. എന്നാലും ആ യൂസർ ഇൻ്റർഫേസ് കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇനി ഇതിനെ പറ്റി മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നുവെച്ചാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങുന്ന ഇൻ്റർഫേസുകൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ സ്പീക്കർ ആദ്യം ഓണാക്കിയതിന് ശേഷം കമ്പ്യൂട്ടർ ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഇൻ്റർഫേസ് ഓണാകുമ്പോൾ ഓരോ പോപ്പിംഗ് സൗണ്ടുകൾ കേൾക്കും. അപ്പോൾ അല്ലെങ്കിൽ ഓഫാക്കുമ്പോൾ സ്പീക്കർ ഓഫാക്കാതെ കമ്പ്യൂട്ടർ ഓഫാക്കുക, അല്ലെങ്കിൽ ഇൻ്റർഫേസ് ഓഫാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുമാതിരി ഒരു പൊട്ടിത്തെറികളൊക്കെ കേൾക്കും. അപ്പോൾ അതൊരു അനോയിങ് ഫീച്ചറായിരുന്നു അന്ന്. ഫീച്ചർ എന്നല്ല, ഒരു അനോയിങ് സംഭവമായിരുന്നു അന്ന്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് ഈ മോട്ടു M2 എന്ന് പറഞ്ഞ ഇൻ്റർഫേസാണ്. ആ സാധനം ഞാൻ യൂസ് ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ പോപ്പിംഗ് സൗണ്ടായി ഓഫാക്കുമ്പോൾ ഓണാക്കുമ്പോഴൊക്കെ ഭയങ്കര സൈലൻ്റാണ്. യാതൊരു സൗണ്ടും ഉണ്ടാക്കിയിട്ടില്ല. ഒരു സമയത്തേറ്റം മാത്രം ഒരു ചെറിയൊരു പോപ്പ് ഞാൻ ഏതോ ഒരു സിറ്റുവേഷനിലും കേട്ടിട്ടുണ്ട്. അതൊഴിച്ചാൽ വേറെ അത് സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു, ഓക്കെ, ഇത് ആ ഒരു നൈസാണല്ലോ എന്നുള്ളത്. ഞാൻ വേറെ വലിയ പഴയ ചില ഇൻ്റർഫേസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പോപ്പിംഗ് സൗണ്ടൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു നൈസാണല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഇത് പുതിയ ജനറേഷനായിട്ട് ഈ സാധനം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ഇപ്പോഴും ആ പൊട്ടിത്തെറികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാമായിരുന്നു ശരിക്കും. അപ്പോൾ എനിക്ക് ആ മോട്ട് യൂസ് ചെയ്ത് ശീലമായതുകൊണ്ടിരിക്കും എനിക്ക് ഈ പൊട്ടിത്തെറികളെ കേൾക്കുമ്പോൾ ഭയങ്കര അനോയിങ്ങാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം സ്പീക്കർ ഓണായി കിടക്കുമ്പോൾ എങ്ങാനും ഈ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓണാക്കി ഓഫാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ പൊട്ടിത്തെറികൾ സഹിക്കണം. അതേമാതിരി എങ്ങാനും ആക്സിഡൻ്റലി ഇതിൻ്റെ കേബിൾ ഊരിപ്പോയാൽ എക്സ്പ്ലോഷനാണ്. ചെവിയൊക്കെ അടിച്ചു. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ ഇൻ്റർഫേസിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. ഇത് ഭയങ്കര ബോംബ് സ്ഫോടനന്മാരത്തെ സൗണ്ട് ഉണ്ടാക്കും. ചെവിയൊക്കെ അടിച്ചു. അപ്പോൾ അതൊരു ഫിക്സ് ചെയ്യാവുന്നൊരു കാര്യമായിരുന്നു. അത് ഭയങ്കര ഒരു ചീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഞാൻ മറ്റേത് യൂസ് ചെയ്ത് ശീലമായതുകൊണ്ടിരിക്കും. ശീലമായവർക്ക് ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. എനിവേ, രണ്ടാമത്തെ കാര്യം എനിക്കിതിൻ്റെ വർക്ക് ഫ്ലോ ആയിട്ടാണ് പറയാനുള്ളത്. ഇതിൻ്റെ ഈ വോളിയം നോബ് ഹെഡ്ഫോൺസിനും സ്പീക്കറിനും ഇത് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. ഈ വോളിയം നോബിനെ പറ്റിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സാധനത്തിനോട് പരാതിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം മൾട്ടിപ്പിൾ ഫങ്ഷൻസൊക്കെ ചെയ്യാൻ പറ്റും. ഐ മീൻ ഇതൊരു എൻകോഡറായിട്ട് ഇതിനെ കൊണ്ട് ഓട്ടോമേഷനും പാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും സോഫ്റ്റ്വെയറിൽ പല ഫങ്ഷൻസ്. പിന്നെ സെക്കൻഡ്ലി ഇതിന് ഇങ്ങനൊരു ഫങ്ഷൻ ഉണ്ട്, ഒരു സ്വിച്ചും കൂടിയാണ്. അപ്പോൾ സ്പീക്കറിൽ ഞെക്കിയതിന് ശേഷം ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ സ്പീക്കർ മ്യൂട്ടാവും. അത് മ്യൂട്ടാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊടുത്തുള്ളത് ഈ സ്പീക്കറിൻ്റെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അതാണ് ഇത് മ്യൂട്ടാണെന്ന് അറിയിക്കാനുള്ള ഒരു ഐഡിയ. അത് ഭയങ്കര പരാജയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയാം എന്താണെന്ന് കാര്യം. അപ്പോൾ ഈ വോളിയം നോബിൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റെപ്ഡ് സാധനമാണ്. നിങ്ങൾ സൗണ്ട് കേട്ട് അറിയും. പിന്നെ ഒരു വെയിറ്റും ഉണ്ട് ഈ സാധനത്തിന്. ഇപ്പോൾ സ്പീഡിലൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ ഒരു ഇനേർഷ്യ പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ ആംഗുലറിൽ ഇനേർഷ്യ എന്ന് പറയുമോ എനിക്കറിയില്ല. എനിവേ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇങ്ങനെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങോട്ട് തിരിയും. അത് ഭയങ്കര അനോയിങ് ആണ്. വേറെ ഇൻ്റർഫേസിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വോളിയം നോബ് അങ്ങോട്ട് പെട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ ആ വിടനോടത്ത് നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതേമാതിരി തന്നെ ഇത് ഇങ്ങനെ ഇൻഫിനിറ്റ് റൊട്ടേഷൻ ആയതുകൊണ്ട് ഇതിനകത്തൊരു ലെവൽ മാർക്കിംഗ് ഇല്ല. അപ്പോൾ അറ്റ് എ ടൈം ഞാൻ ഈ ഇൻ്റർഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൗഡാണോ ക്വയറ്റാണോ ഒന്നും എനിക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ വോളിയം ലെവൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇത് തിരിക്കുമ്പോൾ മാത്രമാണ് ഈ മീറ്ററിൽ ലെവൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അനോയിങ് എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ കാര്യം, ഈ സാധനം ഓണാക്കുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ സിസ്റ്റം ഓണാക്കി
തുടങ്ങുമ്പോൾ ഇതിന് ഈ ലെവല് മാർക്കില്ലാത്തത് കൊണ്ടായിരിക്കണം ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം എപ്പോഴും സീറോയിലായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം ഓണാക്കുമ്പോഴും ഞാൻ ഇത് തിരിക്കാൻ നിൽക്കണം. പിന്നെ തിരിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ട്രാവൽ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം കൂടി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പിടിച്ച് തിരിക്കണം. അപ്പോൾ ഒരുതരം പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടി ഇരിക്കണായിരിക്കും. ഒരുപാട് തിരിച്ചാലേ ഇത് വരുള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര അനോയിങ് ആണ്. പിന്നെ സെക്കൻഡ്ലി ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ക്വയറ്റായിട്ടുള്ളൊരു സോഴ്സ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സ്പീക്കറിൽ അത്യാവശ്യം നല്ല വോളിയത്തിൽ വെച്ച്, എന്നിട്ട് ഇപ്പോൾ എനിക്ക് ഹെഡ്ഫോൺസിൽ കേൾക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സ്പീക്കറിൽ കുറച്ചതിന് ശേഷം ഇത് ഞെക്കിയിട്ട് ഹെഡ്ഫോൺസിൽ കൂട്ടണം. എന്നാലേ എനിക്ക് ഹെഡ്ഫോൺസിൽ കേൾക്കാൻ തുടങ്ങുള്ളൂ. കാരണം അത് ഡിഫോൾട്ടായിട്ട് സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാറ്റാൻ വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. അപ്പോൾ ഇതിൽ ഇവിടെ ഇങ്ങനെ LED ഉണ്ട്, പക്ഷേ അതിനകത്ത് ലെവലൊന്നും കാണുന്നില്ല. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. LED പോലെ കാണുന്നുണ്ട്, പക്ഷേ അതിനകത്തല്ല ലെവൽ കാണിക്കുക, എവിടെയാണ് ലെവൽ കാണിക്കുക. അതൊരു പരാജയം. അങ്ങനെ ഞാൻ ഹെഡ്ഫോൺസിൽ ഇപ്പോൾ ലെവൽ കൂട്ടി, എന്നിട്ട് ഞാൻ വീണ്ടും ഹെഡ്ഫോൺസ് അവിടെ ഊരി വെച്ച്, അതിൽ വലിയ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ലെവൽ കുറച്ചില്ല എന്ന് വെച്ചോ. എന്നിട്ട് ഞാൻ സ്പീക്കറിൽ വീണ്ടും ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യണം. അതിന് ശേഷം ഞാൻ വീണ്ടും ഹെഡ്ഫോൺസിൽ വല്ല യൂട്യൂബ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചതിന് ശേഷം ഞാൻ ഹെഡ്ഫോൺസിൽ വെക്കണ്. യൂട്യൂബ് നല്ല ലൗഡായിട്ടുള്ള എന്തെങ്കിലും സോഴ്സ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചെവീൻ്റെ ഊപ്പാടളകും. കാരണം ഞാൻ നേരത്തെ കൂട്ടി വെച്ചത് എനിക്ക് ലെവൽ അറിയാൻ യാതൊരു മാർഗവും കേട്ടേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോയി ആദ്യമേ കുറച്ച് വെച്ച് എന്നിട്ട് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഭയങ്കര വള്ളിയാണ്. അതേപോലെ ഇപ്പോൾ ഭയങ്കര വോളിയം വേണമെന്നില്ല. ഇപ്പോൾ ഞാൻ സാധാരണ ഇവിടെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കോൺഷ്യസ്ലി ആലോചിക്കേണ്ട എനിക്ക്. ഇപ്പോൾ എൻ്റെ ഇൻ്റർഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കർ ലെവൽ എത്രയാണ്, ഹെഡ്ഫോൺസിൻ്റെ ലെവൽ എത്രയാണെന്ന് എനിക്ക് കണ്ടറിയാം ഇത്ര ലെവലിലാണ് എന്നുള്ളത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം അത് സേഫ് ലെവലിലാണുള്ളതെന്ന്. അത് ഇതിനകത്ത് പറ്റൂല. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങാനും ഇത് കൂടി കിടക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹെഡ്ഫോൺസ് എടുത്ത് വെച്ച് പ്ലേ ചെയ്തപ്പോൾ ഭയങ്കര ലൗഡാണെന്നുണ്ടെങ്കിൽ എനിക്ക് മസിൽ മെമ്മറി അരി സ്ഥിരം യൂസ് ചെയ്യണതുകൊണ്ട് ഒറ്റയടിക്ക് ആ നോബിലേക്ക് പോകാം. എനിക്ക് ഹെഡ്ഫോൺസിൻ്റെ നോബിലേക്ക് പോയാൽ കുറയ്ക്കുക, എനിക്ക് പരിപാടി കഴിഞ്ഞ്. ഇതിനകത്ത് അങ്ങനെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ലെവൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്പീക്കറിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്നും പിടിച്ച് തിരിക്കാൻ പറ്റില്ല. എനിക്ക് ആദ്യം ഇതിൽ പോയി ഞെക്കണം, എന്നിട്ട് പിടിച്ച് തിരിക്കണം. അത് ഒട്ടും സുഖമില്ല, മനസ്സിലായോ? ഒരു എക്സ്ട്രാ നോബ് വെച്ചിരുന്നെങ്കിൽ സിമ്പിളായിട്ട് അത് കുറയ്ക്കായിരുന്നു അതിൻ്റെ ലെവൽ. പക്ഷെ അവർ ഡിസൈനിൻ്റെ കാര്യം നോക്കിയിട്ടായിരിക്കണം, എനിക്കറിയില്ല. പിന്നെ അതിലും വലിയൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ മ്യൂട്ട് ഫങ്ഷനാണ്. ഇപ്പോൾ സ്പീക്കറിലായാലും ഹെഡ്ഫോൺസിലായാലും ഇത് ഞെക്കിക്കഴിഞ്ഞാൽ മ്യൂട്ടാവും. അപ്പോൾ ഹെഡ്ഫോൺസിൽ ഞാൻ ഞെക്കിയിട്ട് ഇത് അറിയാതെ എങ്ങാനും ഞാൻ വല്ല വെള്ളം എടുക്കാനോ അല്ലെങ്കിൽ എന്തിനേലും കൈ നീട്ടിയപ്പോൾ ഇത് അറിയാതെ തട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺസ് മ്യൂട്ടാവും. പിന്നെ ഞാൻ ഈ സ്പീക്കറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഹെഡ്ഫോൺ മ്യൂട്ടാണെന്നുള്ളത് അറിയില്ല. അതിൻ്റെ വേറെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂട്ടായി കഴിഞ്ഞാലും വോളിയം കൂട്ടുമ്പോൾ വോളിയം കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം കൂടുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ മീറ്ററിൽ ഇങ്ങനെ വോളിയം കൂടും. അപ്പോൾ നമ്മളെന്തെങ്കിലും അറിയാതെ മ്യൂട്ടായി പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വോളിയം കൂട്ടും. അപ്പോൾ വോളിയം ഇങ്ങനെ കൂടണ കാണും, പക്ഷെ ഒന്നും കേൾക്കില്ല. അപ്പോൾ നമ്മൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാം കൂട്ടും. കാരണം ഇതിന് ഒരുപാട് തിരിക്കാനുള്ളതുകൊണ്ട് ഇനി തിരിക്കാത്തതിൻ്റെ കുഴപ്പമാണെന്ന് വെച്ചിട്ട് നമ്മളെല്ലാം കൂട്ടിച്ചെന്ന് വെച്ചു. കാരണം നമ്മൾ അതിനകത്തല്ലല്ലോ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വോളിയം കൂട്ടുന്നു, അപ്പോൾ ഒന്നും വരുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ വോളിയം ഇങ്ങനെ കൂടുന്നുണ്ട്, പക്ഷേ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ലൈറ്റ് മിന്നുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം അതാണ് മ്യൂട്ട് ചെയ്തതിൻ്റെ ഒരേ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ അത് മിന്നുന്നുണ്ടോ നോക്കണം മ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ കൂട്ടി വെച്ച ലെവൽ നമ്മൾ ഓർമ്മ ഉണ്ടാവില്ല. മ്യൂട്ടായതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതെങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും ചെവീൻ്റെ ഉപ്പാടളകും. കാരണം ആ കൂടിയ ലെവലിലാണ് പിന്നെ അൺമ്യൂട്ടാവുക. അതൊക്കെ ഭയങ്കര ബാഡാണ്. അതെനിക്ക് തോന്നുന്നു അവർക്ക് ജസ്റ്റ് മ്യൂട്ടിൻ്റെ ലൈറ്റ് മാറ്റാം. ഒന്നെങ്കിൽ റെഡ് ലൈറ്റ് എന്തെങ്കിലും കത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നോട്ടീസബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്വിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹെഡ്ഫോൺ മ്യൂട്ടാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു റെഡ് കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി അതേപോലെ തന്നെ മ്യൂട്ടായ സമയത്ത് വോളിയം കൂടാതിരിക്കുക, അതും നല്ലൊരു മുന്നേറ്റമായിരിക്കും. ഇപ്പോൾ ഈ ലൈറ്റ് മിന്നുന്നതിന് പകരം മ്യൂട്ടായി കിടക്കുകയാണ് അറിയാതെ എന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുമ്പോൾ ഈ വോളിയം കൂടരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാമല്ലോ, ഓക്കെ മ്യൂട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അപകടവും ഒഴിവാക്കാം,
അതേമാതിരി പെട്ടെന്ന് നോട്ടീസ് ചെയ്യുകയും ചെയ്യുക. ലൈറ്റ് മിന്നുന്നത് 2 സെക്കൻഡ് ഇങ്ങനെ നോക്കണ്ട, മിന്നുന്നാണോ സ്റ്റഡി ആയിട്ട് നിൽക്കണമാണോ എന്ന്. അതൊക്കെ ശരിയാക്കിയിരുന്നെങ്കിൽ നൈസായേനെ. എനിക്ക് അതൊക്കെയാണ് ഇതിനെ അനോയ് ചെയ്യണ സാധനം. എന്ന് വെച്ചാൽ എല്ലാ സമയത്തും വോളിയം കൂട്ടണമെങ്കിലുള്ള പണി അത് പിടിച്ച് ഇങ്ങനെ തുഴഞ്ഞ് കളിക്കണം. ഇപ്പോൾ പെട്ടെന്ന് ഹെഡ്ഫോൺ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൽ ഞെക്കണം എന്നിട്ട് മിന്നുന്നുണ്ടോ നോക്കണം. മിന്നുന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ കൂട്ടിയ വോളിയം കുറച്ചതിന് ശേഷം അൺമ്യൂട്ട് ചെയ്യണം. എന്തൊക്കെ ഒരുമാതിരി വള്ളിയാണ്. ഞാൻ ഈ സാധനം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഫുൾ കോൺസെൻട്രേഷൻ അവിടെ ഇരിക്കണം. ഞാൻ വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഇങ്ങനെ മലന്നടിച്ച് കിടന്ന് ഇങ്ങനെ തിരുവാതിര കളിച്ചാലേ ഇതുമാതിരിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ബാഡായിട്ട് തോന്നി. ഓക്കെ, ഈ റിവ്യൂ ചിലപ്പോൾ ഭയങ്കര അൺഫെയർ ആയിരിക്കും, കാരണം ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത് യൂസ്ഡ് ആയിട്ടും ഉണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തപ്പോൾ ഇത് എനിക്ക് മാത്രമല്ല, ഞാനത് വേറെയുള്ള ഒരു ഇതിൽ കിടന്ന് തപ്പുന്ന ഞാൻ കണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത് ഈ കാര്യങ്ങൾ അറിയാതെ ഇതിൻ്റെ ഭയങ്കര റിവ്യൂ മാത്രം കണ്ടിട്ട് ഇത് പോയി എടുത്തിട്ട് കുടുങ്ങിയ ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഒരു നോബിൽ ഒരുപാട് കൺട്രോൾ കൊടുക്കുന്നത് ഒരുപാട് ഇൻ്റർഫേസുകളുണ്ടല്ലോ. RMൻ്റെയിലുണ്ട്, ആൻഡലോപ്പിൻ്റെ ഇൻ്റർഫേസിലുണ്ട്, കുറച്ച് ഹൈ എൻഡ് ഇൻ്റർഫേസിലൊക്കെ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ട്. ഒറ്റ നോബിൽ തന്നെ ഹെഡ്ഫോൺസും എല്ലാ ലെവലുകളും കൊടുക്കുന്ന പരിപാടിയൊക്കെ അത് ഉണ്ട്, സമ്മതിച്ച്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ചെറിയ ഇൻ്റർഫേസ് ഉണ്ട്. പക്ഷേ അധികവും വലിയ റാക്ക് മൗണ്ടഡ് ഒരുപാട് ഇൻപുട്ട് കൺട്രോൾ ചെയ്യാനും ഇത് അങ്ങനെയൊക്കെയുള്ള ഇൻ്റർഫേസിലായിരിക്കും അധികം അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് സാധനം വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇതേപോലത്തെ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിലി ഒരു മോണിറ്റർ കൺട്രോളർ വാങ്ങിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഇൻ്റർഫേസിൽ ഇതൊരു മോണിറ്റർ കൺട്രോളറായിട്ടേ യൂസ് ചെയ്യുള്ളൂ. ഇതിന് സെപ്പറേറ്റ് പിന്നെയും 10-15 ഉറുപ്പ്യ കൊടുത്തിട്ട് സെപ്പറേറ്റ് പൈസ കൊടുത്ത് വേറെ മോണിറ്റർ കൺട്രോളർ വാങ്ങാൻ എന്തായാലും ഈ ബഡ്ജറ്റിൽ ഇൻ്റർഫേസ് വാങ്ങുന്ന ആൾക്ക് പറ്റില്ല. അപ്പോൾ ഇതിന് ഒരു സിംപ്ലി വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബാഡാണ്. അതിന് ഹൈ എൻഡ് ഇൻ്റർഫേസിൽ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സോ അതൊക്കെയാണ് എൻ്റെ റിവ്യൂ. താങ്ക്സ്.